തമിഴ്നാട്ടിൽ താരം തിളങ്ങുമോ സ്മൃതി? റീമേക്ക് സിനിമകൾ ചെയ്യുന്ന ഒരാളാണ് വിജയ് എന്നാണ് എപ്പോഴും പറയുക. അപ്പോൾ സർക്കാർ എന്ന തൻ്റെ തന്നെ സിനിമ ലൈഫിലേക്ക് റീമേക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ വിജയ് ചെയ്തിരിക്കുന്നത്. ആ തരത്തിൽ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ 67 ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു ദ്രാവിഡ പാർട്ടി അല്ലാത്തൊരു പാർട്ടി അധികാരത്തിൽ വന്നിരിക്കുന്നത്. ഒരു താരമാണ്. താരത്തിൻ്റെ എല്ലാ താര രീതികളോടുകൂടി തന്നെ ആ സത്യപ്രതിജ്ഞ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ TVK മന്ത്രിസഭയിലെ 9 മന്ത്രിമാർ, ആ 9 മന്ത്രിമാർ എങ്ങനെയാണ് പെർഫോം ചെയ്യുക എന്നനുസരിച്ചായിരിക്കുമല്ലോ മുന്നോട്ട് പോവുക. ഇപ്പോൾ ഒരു ബദൽ എന്ന് പറയുന്നുണ്ടെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് പറയുന്നുണ്ടെങ്കിലും അഴിമതി നടത്തുന്നവർ എൻ്റെ പാർട്ടിയിലാണെങ്കിലും വെച്ച് പൊറപ്പിക്കില്ല എന്ന് പറയുമ്പോഴും എന്ത് രാഷ്ട്രീയമാണ് വിജയ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നതിൽ ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല. അത് BJP ഒരു തരത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ആ രൂപത്തിലേക്ക് കൊണ്ട് BJPയിലേക്ക് അടുപ്പിക്കുമോ, അതോ BJP വിരുദ്ധമായ ഒരു തീരുമാനത്തിലേക്ക് പോകുമോ എന്ന് നമുക്കറിയില്ല. ഏതായാലും DMK ആണ് പ്രഖ്യാപിതമായ ഒരു രാഷ്ട്രീയ ശത്രു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് വിജയ്. അതേസമയം BJPയുമായി ബന്ധപ്പെട്ടും ഒരു എതിർവികാരമുണ്ട് എന്ന് ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം കടുപ്പത്തിലുള്ളതാണ് എന്ന് നമുക്ക് വ്യക്തമല്ല. എന്തായാലും ഈ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് പറയാൻ 9 മന്ത്രിമാർ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. DMKയ്ക്കൊപ്പം ചേർന്നുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയം സമ്പാദിച്ച കോൺഗ്രസ് വളരെ പെട്ടെന്ന് തന്നെ മന്ത്രിമാർ കിട്ടണമെന്നുള്ളത് കൊണ്ട് TVKയ്ക്കൊപ്പം ശരിയാണ് ചെയ്തത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ അവിടെ നടന്നിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് BJP അത് മുതലെടുക്കുമോ, ഈ ഗവർണർ എടുക്കുന്ന സമീപനത്തോടൊക്കെ ഒരു ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടാണ് പിന്നീട് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ല. മന്ത്രിസഭയിൽ ഭാഗമാകുമോ എന്ന തീരുമാനം എടുത്തുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആ തീരുമാനത്തിലേക്ക്, അതായത് DMKയോട് ചേർന്നുകൊണ്ട് ജയം സമ്പാദിക്കുന്നു. അതിനുശേഷം ഒരു ചർച്ച പോലും, അതായത് സ്റ്റാലിനോട് ഒരു വാക്ക് പോലും പറയാതെ TVKയിലേക്ക് പോകുന്നു. അതൊരു അധാർമികമായ പ്രവൃത്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു കാര്യം ശരിയാണ്, DMK ഒരിക്കലും ഘടകകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം നൽകിയിരുന്നില്ല. അതും ഒരു ശരിയായ രീതിയല്ല. പക്ഷെ അതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പ് തുറന്നു പറയണമായിരുന്നു. ഒരു കാര്യം പറയാതെ പെട്ടെന്ന് തന്നെ TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഞാൻ കാണുകയാണ്. ഇനി ആരൊക്കെയാണ് ഈ മന്ത്രിസഭയിൽ വരാൻ പോകുന്നത്? ഈ പ്രശാന്ത് കിഷോറിനെ പോലെ തന്നെ ഈ രാഷ്ട്രീയ കൺസൾട്ടൻസി നടത്തിയ കുറെ പേര് ഇതിന്റെ ഭാഗമായി നിൽക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തതിലുണ്ട്. അതിലൊരാള് ആദവ് അർജുൻ എന്നയാൾ സാന്റിയാഗോ മാർട്ടിൻ ലോട്ടറി കിങ്ങിന്റെ മരുമകനാണ്. പിന്നെ ഒന്ന് കീർത്തന എന്ന പെൺകുട്ടിയാണ്. അവർ ഈ പറഞ്ഞ മാതിരി ഈ DMKയ്ക്ക് വേണ്ടിയിട്ടും ആന്ധ്രയിലെ TDPക്ക് വേണ്ടിയിട്ടും അതെ TMCക്ക് വേണ്ടിയിട്ടൊക്കെ കൺസൾട്ടന്റ് ആയിരുന്ന ഒരാളാണ്. അവർക്ക് ഈ പറഞ്ഞ രാഷ്ട്രീയമായ സാഹചര്യങ്ങളെയൊക്കെ അതിന് തിയറിയിൽ മനസ്സിലാക്കാൻ പറ്റും. പ്രാവർത്തികമായവരൊക്കെ എത്രത്തോളം വിജയിക്കുമെന്നറിയില്ല. നമുക്ക് അപ്പുറത്ത് വിജയിച്ച ഒരു ഫോർമുലയുണ്ട് ആപ്പിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് അത് പൂർണ്ണമായും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു ടീമാണ്, ഒരു പുതിയ ടീമാണ്. അതിൽ തന്നെ ഒരാൾ BJPയിൽ നിന്ന് വന്ന ആളാണ്. അദ്ദേഹം മന്ത്രിയാവുകയും ചെയ്തിരിക്കുന്നത്. ഒരു രാഷ്ട്രീയമായി ഒരു എക്സ്പീരിയൻസ് ഉള്ളത് സെങ്കോട്ടയൻ എന്ന ഒരൊറ്റ നേതാവ് മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് ഇവരുടെ ടീം. ഇനിയും ടീം വരാൻ പോകുന്നു. കോൺഗ്രസിൽ നിന്ന് 5 പേരിൽ നിന്നും 2 പേർ മന്ത്രിമാരാകും എന്നാണ് അതിലൊരു കാര്യം. അപ്പോൾ രാഷ്ട്രീയ ശത്രു DMK ആണ്, പ്രത്യയ ശത്രു BJP ആണ് എന്നിപ്പോൾ പറയുമ്പോൾ അത് നമുക്ക് അറിയാവുന്നതാണ്. ഈ നോട്ട് നിരോധനത്തിന്റെ സമയത്ത് 2014 നോട്ട് നിരോധനത്തിന്റെ സമയത്ത് വിജയ് നല്ല ശക്തമായി പ്രതികരിച്ചിരുന്നു. അതിനുശേഷമാണ് ജോസഫ് വിജയ് എന്ന പേര്, ആ പേരിൽ തന്നെ ആ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നമുക്കൊക്കെ ഒരു രോമാഞ്ചം തോന്നുന്നുണ്ടല്ലോ. ജോസഫ് വിജയ് എന്ന പേര് രാഷ്ട്രീയമായി തന്നെ നമ്മളെ സന്തോഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ജോസഫ് വിജയ് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് BJP. ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തെ അടുപ്പിക്കാൻ ശ്രമിക്കുന്ന BJP അന്ന് അങ്ങനെ ആയിരുന്നില്ല ചെയ്തിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ന്യൂനപക്ഷമായ വിജയെ, അത് വെറും വിജയല്ല ജോസഫ് വിജയ് എന്ന് എടുത്തു പറയുന്നത് നമ്മൾ കണ്ടാണ്. അപ്പോൾ ആ നിലയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് BJPക്ക് മറുപടിയാകുന്നു എന്നുള്ളതാണ്. അതങ്ങനെ ഒരു കാര്യം നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ദ്രാവിഡ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട രീതിയിലല്ല എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ നേതാക്കൾ ആരൊക്കെയാണ്? ഇപ്പോൾ അണ്ണാദുരൈ അനുസ്മരിക്കുന്നു, അംബേദ്കറിനെ അനുസ്മരിക്കുന്നു. അപ്പോൾ ഇതുവരെ തമിഴ് രാഷ്ട്രീയം മുന്നോട്ട് വച്ചിരിക്കുന്ന രീതികളിൽ നിന്നും വലിയ വ്യത്യസ്തമാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. രജനീകാന്തിനേക്കാൾ അല്ലെങ്കിൽ കമൽഹാസനേക്കാൾ ഒക്കെ വളരെ വേഗത്തിൽ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി 2 വർഷം കൊണ്ട് രൂപീകരിച്ച് ഒരു അധികാരത്തിൽ വരാൻ കഴിയുന്ന ഒരു രൂപത്തിലേക്ക് വിജയ് മാറുന്നു എന്ന് പറയുമ്പോഴും വിജയ് രാഷ്ട്രീയ പാർട്ടിയെ രൂപീകരിച്ചില്ല എങ്കിലും വിജയുടെ ഫാൻസ് സംഘടനകൾ നേരത്തെ തന്നെ ശക്തമായി അതിനൊരു 20 വർഷത്തെ തന്നെ പാരമ്പര്യമുണ്ട്. അതിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ നേരത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് എന്നുള്ള സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ പൂർണ്ണമായും ഇപ്പോൾ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു എന്ന രൂപത്തിൽ പറയാൻ പറ്റില്ല. കാരണം വിജയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ അത് കേരളത്തിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. ആ ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ ഒരു അനന്തര ഫലമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ ഈ പറഞ്ഞ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം ജനഗണമനയ്ക്ക് മുന്നേ ചൊല്ലുന്നു എന്നുള്ളൊരു സാഹചര്യം, തമിഴ് ഗാനം അല്ലെ, തമിഴ് താരി വാഴ്ത്ത് അത് 3ാമത് പാടി എന്നുള്ളത്, അതിനെ DMKയും CPIയും വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് ചോദ്യം. കാരണം ഈ ആദ്യം തന്നെ വന്ദേ മാതരം പാടണം എന്നുള്ളത്
അതിലെ 6 ഖണ്ഡികൾ വായിക്കണമെന്നുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒരു ഉത്തരവാണ്. ആ ഉത്തരവ് മറ്റ് സംസ്ഥാനങ്ങൾ, കേരളം പോലെ സംസ്ഥാനങ്ങൾ ബംഗാളിലെ ഇന്നലത്തെ പോലും പാടിയില്ല. അപ്പൊ അതാണ് പറയുന്നത്. അതുപോലും അത് മറന്നുപോയതായിരിക്കും ഒരു പക്ഷേ. അത് മറന്നുപോയതല്ല, അന്ന് മമതാ ബാനർജി ഉയർത്തിയ ആരോപണം ടാഗോറിനെ അവഹേളിക്കലാണ്. അപ്പൊ അതിനെ ടാഗോറിനെ അതൊരു കാര്യം ചെയ്തിട്ട് അപ്പൊ വേറൊരു രാഷ്ട്രീയം അവിടെ കളിക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിപ്പോ BJP പറഞ്ഞതാണല്ലോ എന്നൊരു ചോദ്യം അവിടെ വരുന്നു. അതവിടെ നിൽക്കുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നേ മോദി വിളിച്ച് അഭിനന്ദനം അറിയിക്കുന്നു. അപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഇവിടെ ഇപ്പോൾ ഖജനാവിൽ ഒരു പൈസയും ഇല്ല എന്നൊരു ആരോപണം വിജയ് പറയുമ്പോൾ എന്തായിരുന്നു തമിഴ്നാടിന്റെ സാഹചര്യം എന്നുള്ളത് കൃത്യമായി സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ വിഹിതം ലഭിക്കാതിരുന്നതും എങ്ങനെയാണ് അതിനോട് യുദ്ധം ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. തമിഴ്നാട് ശരിക്കും സാമ്പത്തികമായി നല്ല ശക്തിയുള്ള വ്യവസായ ശക്തിയുള്ള ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിന് കേന്ദ്രം വിഹിതം ലഭിക്കാത്തതുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യം അവിടെ പറഞ്ഞ ശേഷമാണ് ഇവിടെ ഖജനാവ് കാലിയാണെന്ന് പറയും. ഖജനാവ് കാലിയല്ല എന്ന് സ്റ്റാലിൻ കണക്കുകൾ സഹിതം പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു യുദ്ധം അവിടെ നിൽക്കുന്നു. എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത് എന്ന നിലയ്ക്കാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ തിളങ്ങുന്നു. അദ്ദേഹം പറഞ്ഞു ഒറ്റ നേതാവാണ് കേട്ടോ, വിജയ് എന്നൊരൊറ്റ നേതാവാണ്. കാരണം എന്നിലേക്കാണ് മുഴുവൻ അധികാരം എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഈ പ്രസംഗത്തിൽ. സത്യപ്രതിജ്ഞ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു കൂടുതൽ അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അഴിമതി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പാർട്ടിയിൽ ഉള്ളവർ പോലും തുടരില്ല എന്നൊരു സന്ദേശവും നൽകുന്നുണ്ട്. ഇതൊക്കെ പ്രാവർത്തികമായി വരുമ്പോൾ പ്രായോഗികതയിൽ എത്രത്തോളം ശരിയാകുമെന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഏതായാലും ഒരു മാറ്റം, ഏതായാലും നമ്മളിപ്പോൾ അധികം നെഗറ്റീവ് പറയണം എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു മാറ്റം വന്നിരിക്കുന്നു. ആ മാറ്റം അദ്ദേഹം എത്രത്തോളം രാഷ്ട്രീയമായി ഉൾക്കൊള്ളുന്നു എന്നതാണ് നോക്കേണ്ടത്. Meet the editors.